Hi dears, welcome back to our family. ഇന്ന് നമ്മുടെ വ്ളോഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അൺബോക്സിംഗുമായിട്ടാണ് വന്നത്. കുറച്ച് എന്തൊക്കെ പ്രൊഡക്റ്റ്സ് ആണെന്ന് സത്യം പറഞ്ഞാൽ ഞാൻ മറന്നു. ഇതെൻ്റെ കയ്യിൽ വന്നിട്ട് ഏകദേശം 1 month കൂടുതലായി. ഗോഗു നാട്ടിൽ നിന്ന് പോകുന്നതിന് ഗോഗു ദുബായി പോകുന്നതിന് മുന്നേ ഞാൻ മേടിച്ച് ചോദിച്ച സാധനമാണ്. എന്തൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇത് നമ്മുടെ വാവു ഉണ്ടല്ലോ, വാവു എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ കുറച്ച് പ്രൊഡക്റ്റ്സ് ആണ്. ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, എനിക്കറിയത്തില്ല എന്തൊക്കെയാണെന്ന്. കുറച്ചല്ല കേട്ടോ, കുറച്ചധികം ഉണ്ട്. ഇതിപ്പോൾ രണ്ടാമത്തെ ബോക്സ്. എനിക്ക് തോന്നുന്നു കൂടുതൽ സ്കിൻ കെയർ ഹെയർ കെയർ ആണെന്ന് തോന്നുന്നു ഞാൻ മേടിച്ചത്. സത്യത്തിൽ എനിക്ക് അറിയാൻ വയ്യ എന്തൊക്കെയായിരുന്നെന്ന്. അതേണ്ടേ ഒരു വലിയ ബോക്സ് ഉണ്ട്. അങ്ങനെ മൊത്തം 3 എണ്ണം ഉണ്ട്. ഇത് കട്ടിലിൻ്റെ അടുത്ത് ഇരുന്നിട്ട് പൊടി പിടിച്ച് നാശമായിരിക്കുമായിരുന്നു. അപ്പോഴാണ് ഞാൻ ഓർത്തയോ ഇത് ഞാൻ പൊട്ടിച്ചില്ലല്ലോ എന്നുള്ള കാര്യം ഓർത്തത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ഇന്ന് അങ്ങ് പൊട്ടിച്ചേക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഇത് ഞാൻ എടുത്തുകൊണ്ട് വന്നിട്ടുള്ളത്. ഞാനിത് മേടിച്ചിട്ടുള്ളത് വാവ് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഒഫീഷ്യൽ സൈറ്റിൽ നിന്ന് തന്നെയാണ് മേടിച്ചിട്ടുള്ളത്. പർപ്പിൾ എന്നോ നൈക്കൊന്നും അല്ല കേട്ടോ, ഡയറക്റ്റ് അവരുടെ സൈറ്റിൽ നിന്ന് മേടിച്ചതാണ്. കത്തി ഡയറക്റ്റ് അവരുടെ സൈറ്റിൽ നിന്നാണ് മേടിച്ചിട്ടുള്ളത്. നമുക്ക് നോക്കാം. നിങ്ങളെപ്പോലെ തന്നെ എനിക്കും അറിയില്ല എന്തൊക്കെയായിരുന്നു മേടിച്ചിട്ടുള്ളത്. അന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുറേ സാധനങ്ങൾ ഇങ്ങനെ കാട്ടിയിട്ടിട്ട് ഞാൻ ഗോഗു ഞാൻ മേടിച്ചോട്ടെ, ആളെന്നോടൊന്നും പറയില്ല. ഞാൻ ചിലപ്പോൾ ഓർഡർ ചെയ്തിട്ടാണ് ഞാൻ ചോദിക്കും ഗോഗു ഞാൻ വാങ്ങിക്കോട്ടെ എന്ന് ചോദിക്കുന്നത്. വാങ്ങിക്കൊള്ളാനേ പറയത്തുള്ളൂ എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ടിട്ട് സോ നമുക്ക് നോക്കാം എന്താണ് എന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതിനകത്ത് ഭയങ്കര വെയിറ്റ് ഒന്നുമില്ല. സോ എനിക്കിത് ബാക്കിയുള്ള 2 എണ്ണം കിട്ടിക്കഴിഞ്ഞിട്ടാണ് കിട്ടിയത്. ഇനിയിപ്പം ഫ്രീ കിട്ടിയ എന്തെങ്കിലും ആണോ എന്ന് എനിക്ക് അറിയാൻ വയ്യ കേട്ടോ. ലൈക്ക് ഗിഫ്റ്റ് കിട്ടിയാണോ അങ്ങനെ എന്തെങ്കിലും ആണോ എന്ന് എനിക്ക് അറിയത്തില്ല. എന്തായാലും നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം, അന്നേരം അറിയാം. ഇതിനങ്ങനെ വെയിറ്റ് ഇല്ലതാ. ബില്ല് ഹെയർ ബുഷ്. മറ്റേ സാധനം ഇത് കിട്ടിയല്ല കേട്ടോ, ഞാൻ പേയ്മെൻറ്റ് കൊടുത്ത് മേടിച്ചതാണ് കേട്ടോ. ഇതിൻ്റെ റേറ്റ് എത്രയായിരുന്നു എന്തോ, 108 രൂപ. ഇത് മൊത്തം പൊടി അടിച്ചിരിക്കുന്നു. അവർ കൊടുത്തപ്പോഴേ പൊടി അടിച്ചതാണോ അതോ എന്തുവാ ഇവിടെ ഇരുന്ന് പൊടി അടിച്ചതാണോ ഒന്നും എനിക്കറിയാൻ വയ്യ. മൊത്തം പൊടിയായിട്ടിരിക്കുന്നത് കണ്ട. സാധനം ഉണ്ടല്ലോ, നമ്മുടെ ഹെയർ വാഷ് ചെയ്യുമല്ലോ, അതാണ് വെച്ചാൽ നമ്മൾ കുളിക്കുമ്പോൾ തലയൊക്കെ കഴുകാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സാധനമാണ് കേട്ടോ. ഇത് ഞാൻ ആരുടെയോ വീഡിയോയിൽ കണ്ടിട്ടായിരുന്നു ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. സംഭവം ഇതെല്ലാം ഓർഡർ ചെയ്തതിൻ്റെ കൂട്ടത്തിൽ കണ്ടപ്പോൾ ഞാൻ ഇങ്ങനെ ഓർത്ത് വെച്ചിട്ടുണ്ട് സാധനം എന്തരായാലും സാധനം കൊള്ളാൻ തോന്നുന്നു. കൊള്ളാം, ഭയങ്കര റബ്ബറാണ്. സോ നല്ല നമ്മൾ ഈ മസാജറൊക്കെ യൂസ് ചെയ്തിട്ട് മസാജ് ചെയ്യുന്നൊരു ഫീലൊക്കെ ഉണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഹെയർ വാഷ് ചെയ്യാനായിട്ട് വേറെ ഒന്നും നോക്കണ്ട, ഇത് വെച്ചിട്ട് വാഷ് ചെയ്താൽ മതി. ഉള്ളിലേക്കൊക്കെ അഴുക്കൊക്കെ പോകുമല്ലോ, അതിന് വേണ്ടിയിട്ടുള്ള ഐറ്റമാണ് ഇത്. യൂസ്ഫുൾ ആയിട്ടുള്ള സാധനമാണ്. 108 രൂപ എന്തോ ആണ്. ഇതിൻ്റെയൊക്കെ ലിങ്ക് വേണമെങ്കിൽ ചോദിച്ചാൽ കേട്ടോ, ഞാൻ ഷെയർ ചെയ്യാം. പർപ്പിളിൻ്റെ അയക്കുന്നത് നമ്മൾ എടുത്ത് അയക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഞാൻ അവരുടെ സൈറ്റ് അയച്ചു തരാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി, പറഞ്ഞാൽ മതി. ഇതിനകത്ത് ഒരെണ്ണേ ഉള്ളെന്ന് തോന്നുന്നു. എന്തോ ഒരു സാധനമാണ് ഉള്ളത്. എന്താണെന്ന് ഓപ്പൺ ചെയ്ത് നോക്കട്ടെ. എന്തോ ഒരു ബോട്ടിലാണ് കേട്ടോ. ഇത് ആൻറ്റി ഹെയർ ഫോൾ കണ്ടീഷണറാണ്. കണ്ട, മറ്റേ ഒനിയൻ്റെ കണ്ടീഷണർ ഉണ്ടല്ലോ, ഒനിയൻ പ്ലസ് കൊളാജൻ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഇതൊന്നും ഞാൻ യൂസ് ചെയ്തില്ല, ഫസ്റ്റ് ടൈമാണ് വാവുൻ്റെ ബ്രാൻഡ് യൂസ് ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ റേറ്റ് 599 രൂപയാണ്. 600 രൂപയുടെ സാധനമാണ് കേട്ടോ ഇത്. എങ്ങോട്ട് ഓപ്പൺ ചെയ്യുന്നത്? ഞാനിതൊക്കെ യൂസ് ചെയ്തതിന് ശേഷം പിന്നെ റിവ്യൂ പറയാം കേട്ടോ. യൂസ് ചെയ്തിട്ടുള്ള റിവ്യൂ പിന്നെ പറയാം.
ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ല. എനിക്കറിയാൻ വയ്യ ഓപ്പൺ ചെയ്യാൻ. ഞാൻ എന്തായാലും ഓപ്പൺ ചെയ്യുമല്ലോ, വലിച്ച് പൊട്ടിക്കാതെ ഓപ്പൺ ചെയ്തിട്ട് ഞാൻ പറയാം കേട്ടോ. യൂസ് ചെയ്തിട്ട് ഇതിൻ്റെയൊക്കെ റിവ്യൂ പറയാം. ഞാനിപ്പോൾ ജസ്റ്റ് അൺബോക്സ് ചെയ്ത് കാണിക്കുന്നു എന്നുള്ള എന്തൊക്കെ പ്രൊഡക്റ്റ്സ് ആണ് എന്ന്. അപ്പോൾ ഇതിൻ്റെയൊക്കെ റിവ്യൂ പറഞ്ഞതിന് ശേഷം നിങ്ങൾ വാങ്ങുന്നതായിരിക്കും നല്ലത്. നിങ്ങൾ അഥവാ യൂസ് ചെയ്തിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ റിവ്യൂ പറയൂ കേട്ടോ. ഇത് ഒനിയൻ പ്ലസ് കൊളാജിൻ്റെ കണ്ടീഷണറാണ്. ഇതിൻ്റെ തന്നെ ഷാമ്പു വാങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു. പിന്നെ ഇത്രയും ഐറ്റംസാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. കുറച്ചധികം ഉണ്ട് കേട്ടോ. നമുക്ക് നോക്കാം. ഭയങ്കര റേറ്റൊന്നും അല്ലായിരുന്നു. ഈ ഒരു പൗച്ച് ഞാൻ വാങ്ങിയാണോ അതോ എനിക്ക് ഫ്രീ കിട്ടിയാണോ എന്ന് എനിക്കറിയാൻ വയ്യ. ഞാൻ പറഞ്ഞത് എല്ലാം മറന്നുപോയി, ഏതൊക്കെയായിരുന്നു എന്നൊക്കെ മറന്നുപോയി. എന്തായാലും കൊള്ളാം. നമ്മൾ ട്രാവലൊക്കെ ചെയ്യുന്ന ടൈമിലുണ്ടല്ലോ, ഇതൊക്കെ കൊണ്ടുപോകാനാണെന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ ഒരു കുട്ടി പൗച്ച് ഉണ്ടെങ്കിൽ അതിനകത്തിട്ടുണ്ട് പോയി. ഞാൻ ഇത് കണക്ക് 2-3 വാങ്ങണം വിചാരിച്ചായിരുന്നു. ബിക്കോസ് ഒരു പുറത്തൊക്കെ പോകുമ്പോഴേ ലൈക്ക് ട്രാവലിംഗ് ഒക്കെ ചെയ്യുന്ന ടൈമിൽ നമുക്ക് യൂസ്ഫുൾ ആയിരിക്കും. നമ്മുടെ എന്താ സ്കിൻ കെയർ, ഹെയർ കെയർ അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഇതുപോലുള്ള ചെറിയ ബാഗിനകത്താക്കി കൊണ്ടുപോയി കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ആകാണ്ടിട്ട് പെർഫെക്റ്റ് ആയിട്ട് വെക്കാൻ പറ്റും. ഇതേണ്ടേ ആവുന്ന തന്നെയാണ് ഇത് വരുന്നത്. പിന്നുള്ളത് ഞാൻ പറഞ്ഞില്ലേ, ഒരുവിധം എല്ലാ ഹെയറിൻ്റെ ഐറ്റംസാണ് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നത്. ബിക്കോസ് എൻ്റെ ഹെയർ ഫുൾ ഭയങ്കര ഫ്രിസി ആയിട്ട് എന്താ എനിക്ക് പറയാൻ എനിക്ക് അറിയത്തില്ല, മൊത്തം നാശം. എനിക്ക് വലിയ ഇഷ്ടമാണ് ഈ സൗണ്ട്. രസമല്ലേ? എൻ്റെ ഹെയർ ഫുള്ള് നാശമായിരിക്കണം. അങ്ങനെയാണ് ഞാൻ നോക്കിയപ്പോൾ അത്യാവശ്യം റിവ്യൂ ഒക്കെ ഉണ്ട്. അതുകൊണ്ട് പ്രൊമോഷൻ അല്ല കേട്ടോ, ഇത് ഞാൻ പേയ്മെൻറ്റ് കൊടുത്ത് മേടിച്ചതാണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 499 രൂപയായിരുന്നു. ആപ്പിൾ സിഡർ വിനാഗറിൻ്റെ ഹെയർ മാസ്ക് ആണ്. ലൈക്ക് നമുക്ക് ഒരു സ്പായ്ക്ക് പകരമൊക്കെ യൂസ് ചെയ്യാം. സ്പാ അല്ല, സ്പായ്ക്ക് പകരം യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം. കൊള്ളാട്ടോ. ഇത് ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു നമ്മൾ ഈ പാർലറിലൊക്കെ പോയിട്ട് സ്പാ ചെയ്യുമല്ലോ, ആ ഒരു സ്മെല്ല്, നല്ല മണം, ലൈക്ക് ഭയങ്കര മൈൽഡായിട്ടുള്ളൊരു സ്മെല്ല്. ആ ഒരു സ്പാ ക്രീമിൻ്റെയൊക്കെ ഒരു ടെക്സ്ചറൊക്കെ ഉണ്ട് തലയിലിരിക്കുന്നത്. സോ എന്തായാലും ഞാൻ യൂസ് ചെയ്തിട്ട് പറയുന്നത് എങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയാൻ വയ്യ. ആരുടെയെങ്കിലും വീഡിയോ ഒക്കെ തപ്പി പിടിച്ചിട്ട് വേണം യൂസ് ചെയ്യാൻ. യൂസ് ചെയ്തിട്ട് ഞാൻ പറയാം കേട്ടോ എങ്ങനെ ഉണ്ട് എന്ന്. ഇതിനകത്ത് ഉണ്ടെന്ന് തോന്നുന്നു യൂസ് ചെയ്യുന്നതിൻ്റെ മെത്തേഡ്. എന്തായാലും യൂസ് ചെയ്തിട്ട് ഞാൻ പറയാം എങ്ങനെ ഉണ്ടെന്നുള്ള കാര്യം. പിന്നെ ഇത് അത് തന്നെ സംഭവം. ഷാമ്പു ഞാൻ പറഞ്ഞില്ലേ, ഈ കണ്ടീഷണറിൻ്റെ സെയിം സാധനം തന്നെയാണിത്. സെയിം അല്ല കേട്ടോ, ഇത് വേറെ എന്തിനാണ്, ഇത് വേറെ എന്തിനാണ്. എന്തായാലും രണ്ടും ഒനിയൻ്റെ തന്നെയാണ് വരുന്നത്. റെഡ് ഒനിയൻ ബ്ലാക്ക് സീഡ് ഓയിൽ, അതും ഞാൻ യൂസ് ചെയ്തിട്ട് പറയാം. ഷാമ്പു ആണ് കേട്ടോ. ഞാനിപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഷാമ്പുവും കണ്ടീഷണറും മറ്റേ നമ്മുടെ ഇതുണ്ടല്ലോ 600 ml ആണ് ഈ ഒരു ഷാമ്പു വരുന്നത്. നമ്മുടെ ദീദീൻ്റെ ഷാമ്പു ആണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു ചേഞ്ച് ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് മേടിച്ചത്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 739 രൂപയാണ്. കാണാമോ? കാണുന്നില്ല. എന്തായാലും ഇതും ഓപ്പൺ. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് കേട്ടോ വരുന്നത്. കൊള്ളാം.
സ്മെല്ലും ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. ഭയങ്കര ഭയങ്കര ഒരുമാതിരി ആ ഒരു അടിച്ചു തരുന്ന മണമുണ്ടല്ലോ, അതൊന്നുമല്ല, അല്ലാണ്ടിട്ടുള്ള സ്മെല്ല്. അത് ഞാൻ യൂസ് ചെയ്തതിന് ശേഷം ഞാൻ എങ്ങനെയുണ്ട് എന്നുള്ള റിസൾട്ട് പറയാം കേട്ടോ. നമ്മൾ യൂസ് ചെയ്യാൻ തൊട്ടൊന്നും പറയുന്നത് ശരിയല്ലല്ലോ. ഞാൻ റിവ്യൂ ഒക്കെ നോക്കിയിട്ടാണ് മേടിച്ചത്. എന്നാലും എല്ലാവരുടെ റിവ്യൂ ഒന്നും വിശ്വസിക്കാൻ പറ്റില്ല. കാര്യം കൂടുതൽ യൂട്യൂബിൽ മറ്റേ ഇതുണ്ടല്ലോ, നമ്മുടെ കൊളാബ് പ്രൊമോഷനൊക്കെ ചെയ്യാറുള്ളത് കൊണ്ടിട്ട് ഇവരൊക്കെ യൂസ് ചെയ്തിട്ടാണോ പറയുന്നത് എന്നൊന്നും അറിയാൻ പറ്റത്തില്ല. അതുകൊണ്ടിട്ടാണ് ഞാൻ യൂസ് ചെയ്തിട്ട് പറയാമെന്ന് പറഞ്ഞത്. പിന്നുള്ളത് അത് തന്നെയാണ് കേട്ടോ, ഒണിയൻ പ്ലസ് ബ്ലാക്ക് സീഡ് ഓയിലാണെന്ന് തോന്നുന്നു. അത് ബ്ലാക്ക് സീഡ് ഓയിൽ. ഇതിൻ്റെ റേറ്റ് 349 രൂപയായിരുന്നു. അന്ന് എന്തോ ഓഫർ ഉണ്ടായിരുന്നു 50 രൂപയ്ക്ക്. സോ എനിക്ക് 299 രൂപയ്ക്കാണ് കിട്ടിയത്. ഞാൻ അങ്ങനെ ഓയിൽ യൂസ് ചെയ്യാറില്ല കേട്ടോ. ഇടയ്ക്കെങ്ങനെ മോൻ്റെ എന്തെങ്കിലും ഓയിലെടുത്ത് ഉപയോഗിക്കുന്നേ ഉള്ളൂ, അല്ലാണ്ടിട്ട് അങ്ങനെ ഉപയോഗിക്കാറില്ലായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, അത്യാവശ്യം ഹെയർ മൊത്തം നാശമായപ്പോൾ ഞാനൊരു ചേഞ്ച് ആയിക്കോട്ടെ യൂസ് ചെയ്ത് നോക്കാം. എന്തായാലും പൊഴിയുന്നുണ്ട്, ഇനിയിപ്പോൾ പോകുന്നെങ്കിൽ പൊക്കോട്ടെ എന്ന് പറഞ്ഞുകൊണ്ടിട്ട് മേടിച്ചാണ്. ഇതല്ല ഏറ്റവും നല്ല, വേറെ എന്തെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു തന്നെ. കാച്ചിയെണ്ണ ഉണ്ട്, പക്ഷേ ഇടയ്ക്ക് ഉപയോഗിക്കും, എപ്പോഴും ഉപയോഗിക്കില്ല. അതാ നമുക്ക് ഇതിൽ വേണമെങ്കിൽ ഉപയോഗിക്കാം. ഈ ഒരു കോം പോലത്തെ സംഭവമുണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പാണ്. ഇതിൻ്റെ സ്മെല്ല് അങ്ങനെ ഒരു കാച്ചി എണ്ണയുടെ എന്തോ ഒരു വിത്തിൻ്റെ മണം വരുന്നുണ്ട്. പിന്നെ ചെറിയൊരു ഫ്രേഗ്രൻസ് ഉണ്ട്, എന്തിൻ്റെ ആണെന്ന് എനിക്കറിയത്തില്ല. എനിക്ക് കാച്ചി എണ്ണയുടെ ഒരു മണം വരുന്നുണ്ട്. എന്തായാലും ഞാൻ ഉപയോഗിച്ചിട്ട് പറയാം. ഞാൻ ചെറുതായിട്ട് യൂസ് ചെയ്ത് നോക്കിയതിന് ശേഷം വല്ലത് വേണമെങ്കിൽ വാങ്ങാമല്ലോ എന്ന് പറഞ്ഞിട്ടാണ് വെച്ചിരുന്നത്. ഇതിന് 100 ml ആണ് കേട്ടോ ഇത്. കാശി ബേബി എണീറ്റ്. ഞാൻ ബേബി ഉറക്കമാവുന്ന ടൈമിലാണ് ഇതൊക്കെ ചെയ്യാറുള്ളത്, ബേബി എണീറ്റ്. പിന്നുള്ളത് കഫിൻ ഫേസ് സിറം, അതായത് നമ്മുടെ കോഫീൻ്റെ ഫേസ് സിറമാണ് മേടിച്ചത്. ഇത് ഞാൻ എന്തിനാണ് വാങ്ങിയത്? ഡെർമറ്റോളജി ടെസ്റ്റഡെന്ന് കൊടുത്തിട്ടുണ്ട്, ബ്രൈറ്റനിങ്ങിനാണെന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പം യൂസ് ചെയ്യുന്ന ഇത് മെയ്ഡ് ഇൻ ഇന്ത്യ ആണ് കേട്ടോ. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന ഫേസ് സിറം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വൈറ്റമിൻ സി ആണ്, ഡെർമാക്കോഡ് ആണെന്ന് തോന്നുന്നു, എനിക്ക് അറിയാൻ വയ്യ. അതെനിക്ക് എൻ്റെ സിസ്റ്റർ ദേവി തന്നതാണ്. അവൾക്ക് വൈറ്റമിൻ സി പറ്റുന്നില്ല, അതുകൊണ്ടിട്ട് എനിക്ക് തന്നതാണ്. ബേബി എണീറ്റ് കേട്ടോ. അപ്പം നമ്മുടെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇതൊരു കോഫിയുടെ മണമാണ് കേട്ടോ വരുന്നത്. ഞാൻ ഒരുവിധം പ്രൊഡക്റ്റ്സ് എല്ലാം കോഫിയുടെ ആയിരുന്നു നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ചേഞ്ച് ചെയ്തിട്ടാണ് ഒനിയൻ മേടിച്ചത്. ഇതേക്കല്ലോ, കോഫിയുടെ ഫേസ് സിറമാണ് ഇത്. ഞാൻ യൂസ് ചെയ്യുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെയ്യുമായിരിക്കാം. ഇതിൻ്റെ റേറ്റ് വരുന്നത് 599 രൂപയാണ് കേട്ടോ. ഞാൻ ഇപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു മെത്തേഡ് തന്നെ ഫോളോ ചെയ്യണം. അതിന് ശേഷം എപ്പോഴെങ്കിലും യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ റിവ്യൂ പറയാം. പിന്നുള്ളത് നമ്മുടെ ബോഡി വാഷാണ്. ഞാൻ എൻ്റെ ബോഡിയിലേക്ക് ഞാൻ കുറച്ച് പ്രൊഡക്റ്റ്സ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ബെസ്റ്റ് ഏതാണെന്ന് പറഞ്ഞു തന്നെ. മോയ്സ്ചറൈസർ, അതുപോലെ സ്ക്രബ്, മിസ്റ്റ്, അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസ് ഒക്കെ നോക്കുന്നുണ്ട്. ഏതാണെന്ന് പറയുകയാണ്. അയ്യോ, ഇത് പൊട്ടിയിരിക്കുന്നടാ, പക്ഷെ നല്ല മണമുണ്ട്. ബോഡി വാഷാണ്, നല്ല മണമുണ്ട്, പക്ഷെ പൊട്ടിയിരിക്കുകയാണോ അല്ല, ഇത് ഓപ്പൺ ആയതുകൊണ്ട് പോരുന്നതാണെന്ന് തോന്നുന്നു കേട്ടോ. കുറേ പോയിട്ടുണ്ട്. ഇവരുടെ പാക്കിംഗ് കൊള്ളില്ല, അതേ ഉള്ളൂ പ്രോബ്ലം. ഇതിൻ്റെ റേറ്റ് 399 രൂപയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഞാൻ പോട്ടെ, കുഞ്ഞ് കരയുന്നു. അപ്പോൾ ശരി, അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ലവ് യു, ബൈ, ടേക്ക് കെയർ. ബാക്കി ഇതിൻ്റെ റിവ്യൂ ഒക്കെ ഞാൻ യൂസ് ചെയ്തതിന് ശേഷം പറയാം.